അതിന്റെ ഒരു വശത്ത് ആരോപണം നേരിടുന്ന BJP മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ ജയചന്ദ്രൻ, BJPയുടെ വക്താവ് സാംബിത് പത്ര ഇന്ന് അദ്ദേഹത്തിന്റെ മറുപടിയിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് ജയിക്കുന്നിടത്ത് കോൺഗ്രസിന് ഈ പരാതിയില്ല, അവിടെ രാഹുൽ ഗാന്ധി വിവിധ കണക്കുകളൊന്നും കൊണ്ടുവരില്ല. രാഹുൽ വളരെ മോശമായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രയോഗിക്കുന്നത്, ഭാഷാ പ്രയോഗങ്ങൾ വളരെ മോശമാണ്, രാഹുൽ ആരാണ്, രാജാവാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അദ്ദേഹം മുന്നോട്ട് വെച്ച കണക്കുകളെ BJP എങ്ങനെയാണ് ഗണിക്കുന്നത്? ശ്രീ ജയചന്ദ്രൻ. റാഷിദേ, മനോരമയുടെ ചാനലിലെ തലവാചകം എന്താ? മോഷ്ടിച്ച് നേടിയ ഭരണമോ എന്ന് പറഞ്ഞാൽ ഈ ഭരണം മോഷ്ടിച്ച് നേടിയതാണ്. എന്റെ റാഷിദിനോട് ഒറ്റ ചോദ്യം, ഈ വരുന്ന 22-ാം തീയതി മലയാള മനോരമയുടെ കോൺക്ലേവ് നടക്കുന്നുണ്ടല്ലോ, ആരാണ് ആ പരിപാടിയുടെ മുഖ്യ അതിഥി? അദ്ദേഹത്തെ മാറ്റുമോ നിങ്ങൾ? അദ്ദേഹമല്ലേ ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നത്? അദ്ദേഹത്തെ ഈ മോഷ്ടിച്ച് നേടിയ ഭരണത്തിന്റെ തലവനെ നമ്മൾ ഉൾപ്പെടുത്തുമോ, അതല്ല നമ്മൾ അത് വെച്ച് തുടരുമോ? ഇനി അടുത്ത എന്റെ ചോദ്യം, ഈ ചർച്ചയിൽ ആരൊക്കെയാണ് റാഷിദ പങ്കെടുക്കുന്നത്? ആരാണ് സെൻട്രൽ ബാംഗ്ലൂരിൽ ഈ സർവേ നടത്തിയത്? ഈ സർവേ നടത്തിയ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? അവരേത് ചാനലിന്റെ ഉടമസ്ഥയാണ്? ആ ചാനലിന്റെ സാമ്പത്തിക സോഴ്സിനെ കുറിച്ചും ഓപ്പൺ സോറോസുമായി ബന്ധപ്പെട്ടും ജോർജ് സോറോസുമായി ബന്ധപ്പെട്ടും ഓപ്പൺ സോഴ്സ് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടും അവർക്ക് കിട്ടിയ അവാർഡുമായി ബന്ധപ്പെട്ടും ഒക്കെ ചില തർക്കങ്ങളുണ്ടോ? അപ്പൊ അവരുടെ കൂടി ഒരു അജണ്ടയാണോ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയും മലയാള മനോരമയും കൂടെ ഇവിടെ പ്രൊജക്ട് ചെയ്യുന്നത്? അല്ല, ധന്യ രാജേന്ദ്രനെ കുറിച്ചാണോ അവസരം വരും ഉത്തരം? ശരി, ആയിക്കോട്ടെ. 1960-ലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ പുലരുന്നത്. അതെന്റെ സുഹൃത്ത് ലിജുവിന് തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലിജു ഒരു ബഹുമാന്യനായ രാഷ്ട്രീയ നേതാവാണ്, പ്രവർത്തകനാണ്. ഞാൻ അദ്ദേഹത്തിന്റെ വലിയ നേതാവാണ് രാഹുൽ ഗാന്ധി. എന്റെ ഒരു സംശയം, അല്ല, ഈ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയും പരിഷ്കരണവും ഫോം 7-ഉം ഫോം 6-ന്റെയും ഉപയോഗം അറിയാത്ത ഒരാളാണോ ലിജു നിങ്ങളുടെ ഈ നേതാവ്? നോക്കൂ, ഇന്നത്തെ ഞാൻ കൃത്യമായിട്ട് പറയാം, നിങ്ങൾ ഈ ആരോപിക്കുന്ന കരട് വോട്ടർ പട്ടികയുടെ പതിപ്പ് ഒന്ന് ലിജു ശ്രദ്ധിക്കണേ. 2024 നവംബർ 24 ഇതിലെ കരട് വോട്ടർ പട്ടിക കർണാടകയിലെ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഓരോ ബൂത്തിലെയും ഈ 2 ബൂത്ത് ലെവൽ ഏജന്റുമാർക്ക് കിട്ടിയിരുന്നോ? 2024 നവംബർ മാസത്തിൽ കിട്ടിയിരുന്നോ? അതിന്റെ ഫൈനൽ ലിസ്റ്റ് ലിജു 2025 ജനുവരി മാസത്തില് കർണാടക കോൺഗ്രസ് കമ്മിറ്റിയുടെ കയ്യിൽ കിട്ടിയിരുന്നോ? അങ്ങനെ കിട്ടിയാൽ വലിയ ജനാധിപത്യം പറയുന്ന പാർട്ടിയാണല്ലോ നമ്മളൊക്കെ. എന്താണ് ലിജു ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചുമതല? തെരഞ്ഞെടുപ്പ് കുറ്റമറ്റതാക്കുന്നതിന്, വോട്ടർ ലിസ്റ്റ് കുറ്റമറ്റമാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലെ തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും പങ്കുണ്ടോ? എന്റെ അടുത്ത ചോദ്യം, അല്ല, 1-ാം ഘട്ടത്തിലെ കരട് വോട്ടർ പട്ടികയെ കുറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ ബൂത്ത് ലെവൽ ഏജന്റോ നേതാവോ ഒരു അപ്പീലെങ്കിലും ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ? അടുത്ത ചോദ്യം, 2025 ജനുവരി മാസത്തിലെ ഫൈനൽ വോട്ടർ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ വോട്ടർ പട്ടികയെ കുറിച്ച് ഒരു പരാതിയെങ്കിലും ഉന്നയിച്ചിരുന്നോ? ഇത് ഞങ്ങൾക്കുള്ള ആരോപണം തന്നെയാണ് ലിജു. നോക്കൂ, കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് കേരളത്തിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ഇന്ന് BJPയുടെ നമ്മുടെ അനൂപാനയുടെ നേതൃത്വത്തിൽ കൃത്യമായ കണക്ക് ഞാൻ തരാം. ഞങ്ങൾ പരിശോധിച്ചു, വീട് വീടാന്തരം കയറി ഇറങ്ങലാണ് ഒരു വോട്ടർ പട്ടിക പരിശോധനയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ ചുമതല. അതിനാണ് നിങ്ങൾക്ക് ഏതാണ്ട് 5 കോടി മെമ്പർമാരുണ്ട് എന്ന് നിങ്ങൾ അവകാശപ്പെടുന്നു. നിങ്ങൾക്ക് ഏതാണ്ട് എല്ലാ ബൂത്തിലും ബൂത്ത് ലെവൽ ഏജന്റുമാരുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ആളുകളാണ്. അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള വോട്ടർ പട്ടികയുടെ കോപ്പി കിട്ടുന്നുണ്ട്. എന്തേ ഒരു പരാതി ഉണ്ടായില്ല? ഇന്ന് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ പണി ഇതാണ്. കേരളത്തിലെ വോട്ടർ പട്ടിക ഞങ്ങൾ പരിശോധിച്ചു ലിജു. 2,76,799 ഇരട്ടിപ്പുണ്ട് എന്ന് ഞങ്ങൾ കണ്ടെത്തി. തിരുവനന്തപുരത്ത് നിങ്ങൾ ഈ പറഞ്ഞ മാതിരി 0 മാർക്ക് ചെയ്തതുണ്ട്. ഒരു വീട്ടിൽ 26 വോട്ടർമാരുണ്ട്. അതിനാണ് ഫോം 6. ആ ഫോം 6-ൽ പരാതി കൊടുത്തു, അത് കൺസോൾട്ടേറ്റ് ചെയ്തു. അല്ല, ഈ ഫോം 6 രാഹുൽ ഗാന്ധി കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന് സഹായിക്കുന്ന ഇന്ന് ഉപദേശം കൊടുത്ത ഏതെങ്കിലും കോൺഗ്രസ് കടലാസ് കൊടുത്തിട്ടുണ്ടോ? അടുത്ത ചോദ്യം, അല്ല, ഈ മഹാരാഷ്ട്രയിൽ തോറ്റ ഏതെങ്കിലും ഒരു MLA ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കോടതിയിൽ പോയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ കയ്യിൽ തെളിവുണ്ടല്ലോ. നിങ്ങൾ ഈ പ്രഖ്യാപിച്ച 1960-ലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ചട്ടം എന്താ ലിജുവോ പറയുന്നത്? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കണം.
തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആർക്കാ ലിജു പരാതി കൊടുക്കേണ്ടത്? കോടതിക്ക്. ഏതെങ്കിലും കോടതിക്ക് നിങ്ങൾ കൊടുത്തോ? ഇനി നിങ്ങൾ ഇവിടെ പറയും ഞങ്ങൾ കൊടുത്തു. ഇപ്പൊ തന്നെ പറഞ്ഞു. എവിടെയാ? നിങ്ങൾ മഹാരാഷ്ട്രയിൽ കൊടുത്തു. എന്താ മഹാരാഷ്ട്രയിൽ ഹൈക്കോടതി പറഞ്ഞത് ലിജുവോ? കോടതിയുടെ സമയം മെനക്കെടുത്താൻ ഈ തരത്തിലുള്ള അബദ്ധങ്ങളുമായിട്ട് കോടതിയിൽ കയറി വരരുത്. ഒരു ദിവസത്തെ നടപടി സസ്പെൻഡ് ചെയ്താ കോടതി പരിശോധിച്ചത്. എന്താണ് നിങ്ങൾ ഇക്കാര്യം പറയുന്നത്? രാഹുൽ ഗാന്ധി പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ല ലിജു. പക്ഷെ അദ്ദേഹം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ന് നിങ്ങൾ പറഞ്ഞു ഞാൻ എന്റെ മുമ്പിലുണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ആ കടലാസ്, അതിലെവിടെ ഇന്ന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞത്. ഞാൻ വായിച്ചു തരാം ലിജു. യു ആർ റിക്വസ്റ്റഡ്, യു ആർ ഹംബ്ലി റിക്വസ്റ്റഡ് ടു സൈൻ ആൻഡ് റിട്ടേൺ ദ എൻക്ലോസ്ഡ് ഡിക്ലറേഷൻ bar oath under rule 20/3/B of the Representative People's Act 1960 along with the names of such electors so that is necessary for procedure. ഞാൻ ചോദിക്കുന്നത്, ഇത് പ്രാഥമികമായിട്ട് നിങ്ങളുടെ മുൻകാല സർക്കാരുകൾ മേധാവിത്വമുണ്ടായ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു കടലാസ്, അത് വിജയം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവാത്തത് എന്താ? എന്തേ മഹാരാഷ്ട്രയിലെ ഒരു കർണാടകയിലെ ഒരു MLA യോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും അല്ലെങ്കിൽ ഒരു BLA പോലും ഇതുവരെ ഒരു പരാതി കൊടുക്കാത്തത്? ഇപ്പോഴെന്താ രാഹുൽ ഗാന്ധി പോവാത്തത്? അങ്ങനെയുള്ള തിരിച്ചു ചോദ്യങ്ങളാണ് താങ്കൾക്ക് ആദ്യ റൗണ്ടിൽ ഉള്ളത്. ശരി, മോഹൻ വർഗീസിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കളോട് എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഞാൻ BJP അഭിനന്ദിക്കുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപേ തന്നെ നിങ്ങൾ വോട്ടർ പട്ടിക സ്ക്രൂട്ടനിങ് വളരെ നന്നായി രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നടത്തുന്നു. 2,76,750 വോട്ടുകൾ വിധത്തിൽ സംശയത്തക്ക ഉണ്ട് എന്ന് നിങ്ങൾ ഇവിടെ കണക്ക് നിരത്തുന്നു. റാഷിദേ, ഇവിടെ അവിടെ ചർച്ച നടത്തി. എനിക്ക് തോന്നുന്നു ഇത് രാഹുൽ ഗാന്ധിക്ക് കൊടുത്ത മാധ്യമ പ്രവർത്തക തന്നെ പറയുന്നു അത് കുറെ എക്സാജറേറ്റഡ് ആണ് എന്ന്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്തു വന്നതല്ലേ, അദ്ദേഹം ഒപ്പിട്ട് കൊടുക്കട്ടെ റാഷിദേ. ഇനി അടുത്ത എന്റെ ചോദ്യം, അല്ല ഇന്ത്യ രാജ്യത്തെ ഇരട്ടിപ്പിച്ച വോട്ടുകൾ, വ്യാജ വോട്ടുകൾ, മരണപ്പെട്ടവർ, ദീർഘകാലമായി മാറി താമസിക്കുന്നവർ, ഇവരുടെയൊക്കെ വോട്ട് വോട്ടർ പട്ടികയിൽ നീക്കണമെന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി ഉറച്ചു നിൽക്കുമോ? ലിജു ഉറച്ചു നിൽക്കുമോ? ഇന്ത്യ രാജ്യത്ത് മരണപ്പെട്ടവർ, ദീർഘകാലമായി മാറി നിൽക്കുന്നവർ, ഇരട്ടിച്ചവർ, ഇവരെയൊക്കെ മാറ്റിയിട്ട് ഇന്ത്യയിലെ വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കണമെന്ന് ലിജുവിന് അഭിപ്രായമുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് അഭിപ്രായമുണ്ടോ? അവരത് ഉറച്ചു നിൽക്കുമോ? ഇതൊക്കെ റാഷിദേ ഇരട്ടത്താപ്പല്ലേ. അവിടെ ഒരു ന്യായം, ഇവിടെ ഒരു ന്യായം. തോൽക്കുമ്പോൾ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായി, ജോർജ് സോറോസിന്റെ ആളുകൾക്ക് മനസ്സിലായി. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ നരേന്ദ്രമോദിയെ മാറ്റാനാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ചില രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയിലെ സംവിധാനങ്ങൾ അപകീർത്തിപ്പെടുത്തി ആഗോളതലത്തിൽ ഇത് കൊച്ചാക്കി. അദ്ദേഹം നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നൽകിയിട്ട് നടക്കണം. 3ാം തവണ തോറ്റപ്പോ അദ്ദേഹത്തിന്റെ സമനിലയ്ക്ക് കുഴപ്പം വന്നോ? മഹാരാഷ്ട്രയിൽ വീണ്ടും ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞ ഒറ്റ ന്യായോട് ലിജു ഉത്തരം പറയുമ്പോ, ലിജു മഹാരാഷ്ട്രയിലെ നന്ദേഡ് ഒന്ന് എഴുതി വെക്കണേ. ആ മണ്ഡലത്തില് 6 സ്ഥലത്തും BJP ആയിരുന്നു ലീഡ്. ഒരു മണ്ഡലത്തിൽ വോട്ട് എണ്ണിയപ്പോ അവിടെ കോൺഗ്രസ് മുന്നോട്ട് പോയി, BJP തോറ്റു. ഇതേ വാദം വെച്ചിട്ട് എക്സംഷൻസ് ആർ നോട്ട് ജനറലൈസ്ഡ്. അതിനകത്തൊരു പ്രശ്നമുള്ളത് ശ്രീ ജയചന്ദ്രൻ, ഇവിടെ വാദം മാത്രമല്ല, ആ നിയമസഭാ മണ്ഡലത്തിനകത്ത് എണ്ണം പറഞ്ഞ വോട്ടുകൾ 40,000 വ്യാജവിലാസം, ഇരട്ട വോട്ട് 11,965, ഒറ്റ വിലാസത്തിൽ 10,452, അങ്ങനെ പല വിധത്തിലുള്ള കള്ള കാര്യങ്ങൾ നേരിട്ട് പോയി ബോധ്യപ്പെട്ടുവെന്നും നേരിട്ട് പോയി ബോധ്യപ്പെട്ടതിന്റെ തെളിവുണ്ട് എന്നും പറയുന്നു. BJP തിയറി അവതരിപ്പിക്കുമ്പോൾ BJPക്കും അങ്ങനെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കാം, രാജ്യം ചർച്ച ചെയ്യട്ടെ. ശ്രീ ജയചന്ദ്രൻ, അല്ല ഞങ്ങൾ തെളിവ് വെച്ചു റാഷിദേ, ഞങ്ങൾ തെളിവ് വെച്ചു. എന്റെ ചോദ്യം, ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രാഹുൽ ഗാന്ധി ഒപ്പിട്ട കടലാസ് ഒന്നും ഞങ്ങൾക്ക് താ. ഇത്രയും ദിവസമായിട്ട് കടലാസ് ഇല്ലല്ലോ, ഇപ്പൊ കിട്ടിയല്ലോ. കിട്ടിയപ്പോ ഒന്നുകൂടി ഉണ്ട്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 3-ാം തീയതി, റാഷിദെ കേൾക്കണം, കഴിഞ്ഞ 3-ാം തീയതി രാഹുൽ ഗാന്ധി ഇലക്ഷൻ കമ്മീഷനോട് സമയം ചോദിച്ചു. നാളെ 1 മണിക്കും 3 മണിക്കും ഇടയിൽ ഈ കാര്യം ചർച്ച ചെയ്യാൻ ആ സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ പടക് പൊട്ടിക്കുന്നതാ. ഇനി ഒറ്റ ചോദ്യം കൂടി, അല്ല ഈ മഹാരാഷ്ട്രയിലെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചത് ആരാ? BJP-യാ? ഒരു സംസ്ഥാനത്തെ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിക്കുന്ന ആരാ ലിജുവോ? കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിശ്ചയിച്ചത് കേന്ദ്ര മോഹൻ വർഗീസിനോട് പോയി വന്ന ശേഷം ഞാൻ താങ്കളിലേക്ക് വരാം. ധന്യയ്ക്ക് മറുപടി പറയൂ. രാഹുൽ ഗാന്ധി പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷന്റെ മറുപടി ഈ വിഷയത്തിലുള്ളത് രണ്ടും വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇലക്ഷൻ കമ്മീഷൻ മഹാരാഷ്ട്രയിലെയും കർണാടകയിലെയും സിഇഒമാർ നൽകിയ കത്ത് ഉടൻ തന്നെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ തന്നെ ഞങ്ങളെ അറിയിച്ചു.
ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് സാധാരണ വോട്ടർ പട്ടികയിൽ പരാതി ഉന്നയിക്കാൻ ഒരു ഡിക്ലറേഷൻ ഫോം ഉണ്ട്, അല്ലെങ്കിൽ ഓത്ത് ഫോം എന്നാണ് അതിനെ പറയുന്നത്. ഇത് പ്രകാരം പരാതി നൽകിയാൽ അന്വേഷിക്കാം. സാധാരണ ആ ഓത്ത് ഫോമിൽ ഒപ്പിട്ട് ഈ ആരാണോ പരാതി നൽകുന്നത് അവർ ഒപ്പിട്ട് അത് നൽകണം. ഈ രണ്ട് സിഇഒമാരും പറയുന്നത് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും മഹാരാഷ്ട്രയിലോ അതുപോലെ കർണാടകയിലോ പരാതി ഉണ്ടെങ്കിൽ ആ ഓത്ത് ഡിക്ലറേഷൻ ഫോമിൽ ഒപ്പിട്ട് നൽകുക. രാഹുൽ പറഞ്ഞ ഈ കാര്യം അന്വേഷിക്കാം. അതേസമയം കളവാണെന്ന് തെളിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നടപടി സ്വീകരിക്കാനും കഴിയും. ഇതോടൊപ്പം യു പിയുടെ സിഇഒയുടെ പ്രസ്താവനയും ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അല്പം മുമ്പാണ് യു പി സിഇഒയുടെ പ്രസ്താവന കമ്മീഷൻ അറിയിച്ചു തന്നത്. അതായത് കമ്മീഷൻ പറയുന്നത് നേരത്തെ രാഹുൽ ഗാന്ധി രണ്ട് പേരുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ആദിത്യ ശ്രീവാസ്തവ, വിശാൽ സിംഗ്. ഇവർക്ക് യു പിയിലും വോട്ടുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത്. ഈ രണ്ടു പേർക്കും യു പിയിൽ വോട്ടില്ല. ഇവർക്ക് ബംഗളൂരു സെൻട്രലിൽ മാത്രമേ വോട്ടുള്ളൂ. ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും വോട്ടർ പട്ടിക ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുണ്ട്. അത് പരിശോധിക്കാം എന്നതാണ് യു പിയുടെ സിഇഒ ഇപ്പോൾ മറുപടിയായി നൽകുന്നത്. അതുകൊണ്ട് ഇതിൽ രാഹുൽ ഗാന്ധി രേഖാമൂലം പരാതി നൽകാനുള്ള സാധ്യത എത്രത്തോളമാണെന്ന് അറിയാൻ കഴിയില്ല. കാരണം എന്തെങ്കിലും കളവ് പറയുകയാണെങ്കിൽ നടപടി സ്വീകരിക്കാം എന്നതാണ് ഈ ഡിക്ലറേഷൻ ഫോമിന്റെ പ്രത്യേകത. खत्म, बाय बाय, टाटा, गुड बाय, गया. ఆలూరు అమ్మాయి కోడూరు కోరు పెత్తనమ్మ సరికి పెనుగొండ బావా పెత్తనమ్మ సరికింది పెనుగొండ కాడ మాట్లాడకుండా మదనపల్లి జాతకాలు చూసింది జమ్మల మడుగు